പുരോഹിതേട്ടാ, അപ്പോൾ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം കടന്ന് ആലപ്പുഴയിലേക്ക് എത്തുകയാണ്. ആലപ്പുഴയിൽ ഇടതുകോട്ട എന്ന് തന്നെ പറയണം. ആലപ്പുഴയിൽ നിന്ന് കുട്ടികൾ ഇവിടെ വന്നാൽ പോലും അവർക്കെല്ലാം ഒരു ഇടത് ശബ്ദമുണ്ടെന്ന് നമുക്ക് തോന്നിയിട്ടുണ്ട്. നമ്മളിങ്ങനെ സംസാരിക്കുമ്പോഴൊക്കെ നമുക്ക് അറിയുന്ന കാര്യമാണ്. അപ്പോൾ ആലപ്പുഴയുടെ ഇപ്പോഴത്തെ ചിത്രം, അല്ലെങ്കിൽ തിരഞ്ഞെടുപ്പിന് ശേഷം നിയമസഭാ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഇതിന്റെ റിസൾട്ട് വന്നതിന് ശേഷം എന്തായിരിക്കും ആലപ്പുഴ എന്ന് പറയുന്നത്? 2021 തെരഞ്ഞെടുപ്പിൽ 9-ൽ 8 സീറ്റുകൾ നേടിക്കൊണ്ട് ഇടതുപക്ഷം അതിന്റെ ആധിപത്യം തുടരുന്ന മണ്ഡലം, UDFിന്റെ കയ്യിലുള്ളത് ഒരേ ഒരു മണ്ഡലം, അത് രമേശ് ചെന്നിത്തലയുടെ സ്വന്തം ഹരിപ്പാടാണ്. ആലപ്പുഴയുടെ മത്സരത്തിന് ഇത്തവണ ഇത്തിരി കടുപ്പം കൂടും. കാരണം കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ തുടക്കക്കാരൻ CPM തുടങ്ങി വെച്ചതിൽ ഒരാളായ VS അച്യുതാനന്ദന്റെ, ആലപ്പുഴക്കാരനായ VS അച്യുതാനന്ദന്റെ മരണത്തിന് ശേഷം ആലപ്പുഴ കാണാൻ പോകുന്ന തെരഞ്ഞെടുപ്പ്, അതിനേക്കാൾ ഉപരി VS അച്യുതാനന്ദൻ കഴിഞ്ഞാൽ ആലപ്പുഴക്കാർക്ക് യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് G സുധാകരനാണ്. കറതീർന്ന സംശുദ്ധ രാഷ്ട്രീയത്തിന്റെ ഉടമയായ G സുധാകരൻ UDFിന് വേണ്ടി സ്വതന്ത്രനായി മത്സരിക്കുന്ന, അമ്പലപ്പുഴയിൽ നിന്ന് മത്സരിക്കുന്ന തെരഞ്ഞെടുപ്പാണ്. പിണറായി സത്തിന് അന്ത്യം കുറിക്കുവാൻ PV അൻവറിനൊപ്പം, അല്ലെങ്കിൽ PV അൻവറിനെ പോലെ, ഇവരുമായിട്ട് ഉപയോഗിക്കാൻ പറ്റില്ലെങ്കിൽ പോലും G സുധാകരൻ കളത്തിലിറങ്ങുന്ന തെരഞ്ഞെടുപ്പാണ്. 9-ൽ 8 സീറ്റ് എന്ന് പറയുമ്പോൾ അരൂരിൽ നിന്ന് തുടങ്ങാം. അരൂര് ഷാനുവാൾ ഉസ്മാൻ, ദലീമ ജോജോ, PS ജ്യോതിസ്, 3 പേരോടെ മത്സരരംഗത്തുണ്ട്. മത്സരം UDF LDFും തമ്മിലാണ്. ദലീമ ജോജോ നിലവിലത്തെ സിറ്റിംഗ് MLA ആണ്. പ്രത്യേകിച്ച് 5 വർഷം കൊണ്ട് കുറച്ച് പാട്ട് കേൾക്കാൻ പറ്റിയെന്നല്ലാതെ അരൂരുകാർക്കൊന്നും കിട്ടിയില്ല എന്നൊരു ആക്ഷേപം അവിടെയുണ്ട്. ഷാനുവാൾ ഉസ്മാൻ ഇതിനു മുമ്പ് ഉപതെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അവിടെ സ്ഥാനാർത്ഥിയായതും ജയിച്ചതുമാണ്. ഷാനുവാൾ ഉസ്മാൻ അവിടെ UDF സ്ഥാനാർത്ഥിയായി വിജയിക്കും എന്ന കാര്യത്തിൽ യാതൊരു വിധമായ സംശയവുമില്ല. UDFിന്റെ വനിതാ ക്യാമ്പിൽ ജയിച്ചു വരാൻ പോകുന്ന ബിന്ദു കൃഷ്ണയ്ക്ക് ശേഷം പറഞ്ഞു വന്നത് ജയിച്ചു വരാൻ പോകുന്ന 2ാമത്തെ സ്ഥാനാർത്ഥിയാണ് ഷാനുവാൾ ഉസ്മാൻ. അടുത്തത് കൃഷിമന്ത്രി P പ്രസാദ് സിറ്റിംഗ് MLA ആയിരിക്കുന്ന ചേർത്തലയാണ്. അവിടെ KR രാജേന്ദ്ര പ്രസാദ്, P പ്രസാദ്, അഡ്വക്കേറ്റ് TP അനന്തരാജ്, ഇവരാണ് മത്സരരംഗത്ത്. ചേർത്തലയെ സംബന്ധിച്ചിടത്തോളം കർഷകർക്കിടയിൽ പോലും P പ്രസാദിനെതിരെ ഒരു ഭരണവിരുദ്ധ വികാരം നിലനിൽക്കുന്ന സ്ഥലമാണ്. ഇലക്ഷൻ ആകുമ്പോൾ സൈക്കിളും സിൽപ്പറും ഒക്കെ ആയിട്ട് P പ്രസാദ് ഇറങ്ങും. ഇത്തവണയും അങ്ങനെ സൈക്കിളിലും സിൽപ്പറിലും ഇറങ്ങിയിട്ടുണ്ട്. സിൽപ്പർ തന്നെയാണ് അദ്ദേഹം 5 വർഷം ഉപയോഗിച്ചത്. ഞാനൊരു കാര്യം പറയട്ടെ, ഇപ്പോൾ എളിമയും ഒക്കെ നല്ലതാണ്. ആധുനിക സംവിധാനങ്ങൾ ഉപയോഗിക്കാത്ത ആളുകൾ, അവർ അർഹിക്കപ്പെടുന്ന സാധനങ്ങൾ ഉപയോഗിക്കാത്ത ആളുകൾ, അവർ ഭരിക്കുന്ന വകുപ്പിലും യാതൊരു വിധമായ ആധുനികതയും കൊണ്ടുവരത്തില്ല എന്നുള്ളതാണ്. കൃഷി വകുപ്പ് ഇങ്ങനെയൊക്കെ പോയാൽ മതി. കൃഷി വകുപ്പ് മന്ത്രിയുടെ പണിയല്ല ചീരല നാട്ടിലും വെള്ളം കോരലും. ചെയ്യേണ്ടതല്ല, സുഗമമാക്കാം എന്നുള്ളതിനെ പറ്റിയാണ് അവർക്ക് കിട്ടേണ്ട സമയം. ഭരിച്ചുകൊണ്ട് അവര് ഒരാൾ കൃഷി ചെയ്യുന്നതിന് പകരം 1000 പേരെ കൊണ്ട് കൃഷി ചെയ്യിപ്പിക്കുക എന്നുള്ള ജോലിയാണ് കൃഷി വകുപ്പ് മന്ത്രിക്ക്. അവർക്ക് വേണ്ട സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കുക, കാർഷിക മേഖലയെ ചേർത്ത് പിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ വട്ടവട പോലെയൊക്കെയുള്ള ശൈത്യ മേഖലകളിൽ വിളയുന്ന വിളകളൊക്കെ ഉണ്ട്. ഏജന്റുമാരെ പോലെയുള്ളവർ കൊള്ളയടിച്ചുകൊണ്ട് പോകുന്ന സ്ഥാനമാണ്. ഇതൊന്നും ഇവിടുത്തെ കൃഷി വകുപ്പ് കണ്ടിട്ടില്ല. വെറുതെ കുറെ ഉദ്യോഗസ്ഥരെയും കുറെ ആളുകളെയൊക്കെ വെച്ച് സബ്സിഡി ഇനത്തിൽ കുറെ വളവും തെങ്ങും തെയ്യൊക്കെ കൊടുത്ത് മുന്നോട്ട് പോകുക മാത്രമാണ് ചെയ്യുന്നത്. അമ്പേ പരാജയപ്പെട്ടൊരു കൃഷി വകുപ്പായിരുന്നു P പ്രസാദിന്റെ കാലത്തുണ്ടായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു വിധമായ സംശയവുമില്ല. P പ്രസാദിന് PR ചെയ്തുകൊണ്ടിരുന്ന അഗ്രികൾച്ചറൽ ബ്ലോക്കർമാരെല്ലാം തിരിഞ്ഞിരിക്കുന്നു. അത് തന്നെയാണ് എൻ്റെ ഏറ്റവും വലിയ തെളിവ്. ചേർത്തലയിൽ അട്ടിമറി ഉണ്ടാവും. KR രാജേന്ദ്ര പ്രസാദ് ആ സീറ്റ് പിടിച്ചെടുക്കും. ആലപ്പുഴയിൽ PP ചിത്രരഞ്ജൻ, AD തോമസ്, MJ ജോബ് മത്സരമാണ്. ആലപ്പുഴയെ സംബന്ധിച്ചിടത്തോളം PP ചിത്രരഞ്ജൻ ആലപ്പുഴക്കാർക്ക് പ്രിയപ്പെട്ട ആളാണ് കേട്ടോ. ഈ ചർച്ചകളിലൊക്കെ വന്നിരുന്നാലും സംസാരമൊന്നും ആളുകൾ കൊണ്ട് പിടിച്ചില്ലെങ്കിലും ആലപ്പുഴക്കാർക്ക് ചിത്രരഞ്ജനോട് ഇച്ചിരി ഇഷ്ടമുള്ള മന്ത്രമാണ്. പക്ഷേ AD തോമസ് എന്ന് പറയുന്ന ആളൊരു പയ്യനാണ്, മത്സ്യത്തൊഴിലാളിയാണ്, കടലിൻ്റെ മണം അറിയുന്ന ആളാണ്, കടലിൻ്റെ മനുഷ്യൻ്റെ മണം അറിയുന്ന ആളാണ്. AD തോമസ് വലിയ ഒരു ഫൈറ്റ് ചിത്രരഞ്ജന് വേണ്ടി വെക്കുന്നുണ്ട്. AD തോമസ് ജയിച്ചു വരാനുള്ള സാധ്യത ആലപ്പുഴയിൽ തള്ളിക്കളയാൻ സാധിക്കില്ല. പ്രത്യേകിച്ച് ആലപ്പുഴ എന്ന് പറയുമ്പോൾ KC വേണുഗോപാലിന്റെ സ്വന്തം മണ്ഡലമാണ്. KC വേണുഗോപാലിന്റെ ഇടപെടലുകൾ അവിടെ ഉണ്ടാകുന്നുണ്ട്. അമ്പലപ്പുഴയിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന G സുധാകരൻ, H സലാം, അരുൺ അനിരുദ്ധ്, അതാണ് NDA സ്ഥാനാർത്ഥി. G സുധാകരൻ ജയിക്കുന്ന കാര്യത്തിൽ സംശയം ഒന്നുമേ വേണ്ട. യഥാർത്ഥ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പ്രസ്ഥാനങ്ങളുടെയൊക്കെ വോട്ട് G സുധാകരൻ അവിടെ നേടിയെടുക്കും. വർഗീയവാദി എന്നൊക്കെയാണ് H സലാമിനെ പലരും വിളിച്ചിട്ട് STP-കാരനൊക്കെയാണെന്നൊക്കെയാണ് പറയുന്നത്. അതൊക്കെ അവിടെ പ്രതിഫലിക്കും എന്നുള്ളതാണ്. കുട്ടനാട് സീറ്റ് തോമസ് K തോമസ് നിലനിർത്താനാണ് സാധ്യത. ഒരുപക്ഷെ അത് UDF കോൺഗ്രസ് ഏറ്റെടുത്തിരുന്നെങ്കിൽ ഉറപ്പായും കോൺഗ്രസിന് കിട്ടേണ്ടുന്ന മണ്ഡലമാണ് കുട്ടനാട്. അത് ജോസഫിനെ വിട്ടുകൊടുത്തു. എന്തായാലും തോമസ് K തോമസ് അത് LDFിനൊപ്പം നിൽക്കും. ഹരിപ്പാട് രമേശ് ചെന്നിത്തലയാണ്. TT ജിസ്മോനാണ് LDF സ്ഥാനാർത്ഥി, CPIയുടെ മണ്ഡലമാണ്. സന്ദീപ് വചസ്പതിയാണ് BJP സ്ഥാനാർത്ഥി. അത് സംശയമേതുമില്ല. ഭൂരിപക്ഷം എത്ര എന്ന് മാത്രം ചോദിച്ചാൽ മതി, രമേശ് ചെന്നിത്തലയ്ക്കുള്ളതാണ്. കായംകുളത്ത് വലിയ മത്സരം M ലിജുവും U പ്രതിഭയും തമ്മിൽ നടക്കുന്നുണ്ട്. പോരാട്ടത്തിനൊടുക്കം
യു പ്രതിഭയുടെ പ്രതിഭ ഇല്ലാതാകുമെന്നും ലിജുചേട്ടൻ 3 തവണ മത്സരിച്ച് പരാജയപ്പെട്ട എം ലിജുവിനെ കായംകുളം ചേർത്ത് പിടിക്കുമെന്നുള്ള വാർത്തകളാണ് കായംകുളത്ത് നിന്ന് കേൾക്കാനുള്ളത്. മാവേലിക്കരയിൽ അഡ്വക്കേറ്റ് മുത്താര രാജും MS അരുൺകുമാറും അജിമോനും തമ്മിലുള്ള മത്സരമാണ്. മുത്താര രാജ് നല്ല സജീവമായ കോൺഗ്രസ് പ്രവർത്തകയാണ്, നല്ല സ്ഥാനാർത്ഥിയാണ്. പക്ഷേ MS അരുൺകുമാറിനുള്ള മുൻതൂക്കം കൂടുതലാണ്. ഇടത് മണ്ഡലമാണ്. അവിടെ MS അരുൺകുമാർ വിജയിച്ച് വരും. ഒരു സാധാരണ കുടുംബത്തിൽ നിന്നുള്ള ചെറുപ്പക്കാരനാണ്, വിജയിച്ചു വരും. ചെങ്ങന്നൂരിൽ എബി കുര്യാക്കോസ്, സജി ചെറിയാൻ, MV ഗോപകുമാർ മത്സരമാണ്. സജി ചെറിയാനെ ചെങ്ങന്നൂർ കൈവിടാനുള്ള ഒരു സാധ്യതയും ഇത്തവണയും കാണുന്നില്ല. 9 6 സീറ്റുകൾ, 3 സീറ്റുകൾ മാത്രം ഇടതുപക്ഷത്തിനൊപ്പം നിൽക്കും. ഇതാണ് നമ്മുടെ വിലയിരുത്തൽ. ചെങ്ങന്നൂർ, കുട്ടനാട്, മാവേലിക്കര ഈ 3 സീറ്റുകൾ LDF-നൊപ്പവും 6 സീറ്റുകൾ UDF-നൊപ്പവും നിൽക്കും. അങ്ങനെയെങ്കിൽ തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, കോട്ടയം, ആലപ്പുഴ കഴിയുമ്പോൾ 31 സീറ്റുകൾ UDF-നൊപ്പം നിൽക്കും എന്നുള്ളതാണ് എൻ്റെ ഒരു എളിയ വിലയിരുത്തൽ. നമ്മൾ ഈ 5 ജില്ലകൾ കവർ ചെയ്ത് പോകുമ്പോൾ ഇടുക്കിയും കൂടി ആലപ്പുഴയ്ക്കൊപ്പം പറഞ്ഞു പോകാൻ തോന്നും. അപ്പം തെക്കൻ കേരളത്തിൻ്റെ ഒരു പരിധി അവിടെ കിടക്കുകയാണ്. ഇടുക്കിയിൽ 5 സീറ്റുകളാണുള്ളത്. ദേവികുളം, ഉടുമ്പൻചോല, തൊടുപുഴ, ഇടുക്കി, പീരുമേട്. ഇതിൽ UDF മണ്ഡലങ്ങളും LDF മണ്ഡലങ്ങളും ഉണ്ട്. ദേവികുളം എടുത്താൽ ദേവികുളം MLA ആയിരുന്ന വർഷങ്ങളോളം, പതിറ്റാണ്ടുകളോളം ദേവികുളം MLA ആയിരുന്ന S രാജേന്ദ്രൻ BJP സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു എന്നൊരു പ്രത്യേകത അവിടെയുണ്ട്. LDF-ന്റെ സ്ഥാനാർത്ഥി സിറ്റിംഗ് MLA A രാജയാണ്. UDF-ന്റെ സ്ഥാനാർത്ഥി F രാജയാണ്. ഈ ആളുകൾക്കൊക്കെ പേരൊക്കെ മാറിപ്പോവും, ചിഹ്നം നോക്കിയൊക്കെ കുത്തുന്ന മണ്ഡലമാണ് ദേവികുളം. ദേവികുളം LDF-നൊപ്പം നിൽക്കുന്ന മണ്ഡലമാണ്. പക്ഷേ S രാജേന്ദ്രൻ LDF-ന്റെ വോട്ടുകൾ പിടിച്ചു മാറ്റിയാൽ UDF-ന് ഒരു വലിയ സാധ്യത കൽപ്പിക്കാൻ പറ്റും. എങ്കിലും അത് LDF മണ്ഡലം എന്ന് തന്നെ പറയാം. ഉടുമ്പൻചോല, നമ്മുടെ മണിയാശാന്റെ സ്വന്തം ഉടുമ്പൻചോല. അവിടെ സേനാപതി വേണു, KK ജയേന്ദ്രൻ, സംഗീത വിശ്വനാഥൻ, സംഗീത വിശ്വനാഥൻ BDJS-ന്റെ സ്ഥാനാർത്ഥിയാണ്. ഉടുമ്പൻചോല സേനാപതി വേണു, മണിയാശാന്റെ ഉടുമ്പൻചോല ഇത്തവണ UDF-നൊപ്പം പോകാനുള്ള എല്ലാ സാധ്യതയുമാണ് ഇടുക്കിയിൽ നിന്ന് കിട്ടുന്ന വിവരം. തൊടുപുഴയിൽ അബു ജോൺ ജോസഫ്, നമ്മുടെ ജോസഫ് സാറിന്റെ മകൻ, സിറിയക് ചാഴിക്കാടൻ LDF-ന്റെ സ്ഥാനാർത്ഥി, റോയി എ വരിക്കാട്. തൊടുപുഴ ജോസഫ് സാറിനുള്ളതാണ് എന്നുള്ളത് എല്ലാവർക്കും അറിയാം. ജോസഫ് സാറിന് പ്രായാധികമായിരിക്കുന്നു. അതിന് അബു ജോൺ ജോസഫിന് സ്വന്തമായ മണ്ഡലമായി മാറും തൊടുപുഴ. ഇടുക്കിയിൽ കാര്യങ്ങൾ റോഷി അഗസ്റ്റിന്റെ മണ്ഡലമാണ്, മന്ത്രിയുടെ മണ്ഡലമാണ്. കാര്യങ്ങൾ ഇച്ചിരി പ്രശ്നത്തിലാണെന്ന് കേൾക്കുന്നു. റോയി കെ പൗലോസിന് അവിടെ UDF-ന് കുറച്ച് ആധിപത്യം ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ റോഷി അഗസ്റ്റിന്റെ കാര്യം കഷ്ടത്തിലാകുമെങ്കിൽ ഒരു 50-50 ബലാബലം നടക്കുന്ന മണ്ഡലമാണ് ഇടുക്കി. പീരുമേട് അഡ്വക്കേറ്റ് സിറിയക് തോമസ്, K സലീംകുമാർ, V രതീഷ്. പീരുമേട് ഒരു ഇടതുപക്ഷ മലയോര മേഖലയാണ്. അവിടെ LDF-നൊപ്പം നിൽക്കാനുള്ള സാധ്യതയാണ് കാണുന്നത്. അങ്ങനെയെങ്കിൽ ഉറപ്പിച്ച് പറയാൻ കഴിയുന്ന 2 സീറ്റുകൾ UDF-ന് അവിടെയുണ്ട്. മൂന്നാമതൊരു സീറ്റ് കൂടി ഏതെങ്കിലും ഒന്ന് കിട്ടാം. അങ്ങനെ 3 സീറ്റ് വരെ ഇടുക്കിയിൽ UDF-ന് നേടാൻ സാധിക്കും. അങ്ങനെയെങ്കിൽ 31 3 34 സീറ്റുകൾ ഇടുക്കി കൂടി കഴിയുമ്പോൾ UDF-ന് സ്വന്തമാകുന്നുണ്ട്.